ചില ആളുകൾക്ക് ചില വസ്തുക്കളോടോ ചില കാര്യങ്ങളോടോ ഒക്കെ പേടിയുണ്ടാവും. ഈ പേടി സാധാരണ പേടിയൊന്നും അല്ല കേട്ടോ, അമിതമായ പേടി. നമുക്ക് ഇതിനെ ഫോബിയ എന്ന് പറയാം. അമിതമായ പേടി ഇത് ഒരു ഡിസോർഡർ തന്നെയാണ്. ചിലർക്ക് വെള്ളത്തെ പേടിയാവും, ചിലർക്ക് ഇരുട്ടിനെ പേടി, മറ്റു ചിലർക്ക് ഉയരത്തെ പേടി, വേറെ ചിലർക്ക് അടഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളോട്, പിന്നെ തുറന്നു കിടക്കുന്ന സ്ഥലങ്ങളോട് പേടിയുള്ളവരും ഉണ്ട്. അങ്ങനെ പലതരം ഫോബിയ പലതരത്തിൽ ഉണ്ട്. അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും ആവശ്യമാണ്. പ്രത്യേകിച്ചും പല കോമ്പറ്റേറ്റീവ് എക്സാംസിനും വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന ഒരു സെക്ഷനിൽ ഇത് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്കിന്ന് പലതരം ഫോബിയ പരിചയപ്പെടാം. ക്ലോസ്ട്രോഫോബിയ, ക്ലോസ്ഡ് സ്പേസസ്, അടഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഇടുങ്ങിയ സ്ഥലങ്ങൾ ഒക്കെ ആണെങ്കിൽ ചിലർക്ക് അതിന് പേടിയാണ്. ലിഫ്റ്റിൽ കയറാനൊന്നും ഇത്തരക്കാരെ കിട്ടില്ല. അവർക്ക് അതിനൊന്നും അവർ തയ്യാറാവില്ല. അവർക്കതൊക്കെ വലിയ പേടിയാണ്. അത്തരം ആളുകൾ ക്ലോസ്ട്രോഫോബിക് ആണ്. അപ്പോൾ അത്തരം പേടിയെ പറയുന്നത് ക്ലോസ്ട്രോഫോബിയ. അപ്പോൾ ചിലർക്ക് അടഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളോടാണ് പേടിയെങ്കിൽ മറ്റു ചിലർക്ക് ഓപ്പൺ സ്പേസസിനോടും പേടിയുള്ളവരുണ്ട്. വളരെ തുറന്ന സ്ഥലങ്ങളും അത്തരക്കാർക്ക് പേടിയായിരിക്കും. അത്തരം പേടി അതിനെ പറയുന്നത് അഗോറാഫോബിയ. ഇത് ഒരു മെൻ്റൽ ഡിസോർഡർ തന്നെയാണ്. ഇനി വേറെ ചില ആളുകൾക്ക് ഹൈ പ്ലേസസ്, ഹൈറ്റ് അതിനോടാവും പേടി. ഉയരമുള്ള സ്ഥലങ്ങളൊക്കെ അവർക്ക് പേടിയാവും. അതിന് പറയുന്നത് അക്രോഫോബിയ. ഇനി ഇരുട്ടിനെ പേടിക്കുന്ന ആളുകളുമുണ്ട്. നിക്ടോഫോബിയ, അത്തരം പേടി അതിന് നമുക്ക് നിക്ടോഫോബിയ എന്ന് പറയാം. ഇനി വല്ലാത്ത ക്രൗഡഡായ പ്ലേസസ്, ഒരുപാട് തിരക്കുള്ള സ്ഥലങ്ങൾ, ക്രൗഡ്, അതിനെ പേടിക്കുന്ന ആ ഒരു തരം പേടിയെ പറയുന്നത് ഒക്ലോഫോബിയ. ഇനി ചില ആളുകൾക്ക് ഡോഗ്സിനെ പേടിയായിരിക്കും. അത്തരം പേടി സൈനോഫോബിയ. അത്തരം ആളുകളെ നമുക്ക് സൈനോഫോബിയ ഉള്ള ആളുകളെന്ന് പറയാം, അല്ലെങ്കിൽ സൈനോഫോബിക് ആയ ആളുകളെന്ന് പറയാം. ഇനി മറ്റു ചിലർക്ക് എല്ലാ അനിമൽസിനെയും പേടിയായിരിക്കും. ഡോഗ്സ് മാത്രമല്ല, കാറ്റ്സിനെയും പെറ്റ് അനിമൽസിനെ ഒക്കെ പേടിയായിരിക്കും. അത്തരം ആളുകളെ സൂഫോബിക് ആയ ആളുകളെന്ന് പറയാം. അത്തരം പേടി സൂഫോബിയ. ഇനി പാമ്പുകളെ പേടിക്കുന്നവർ, സ്നേക്സിനെ പേടിക്കുന്നവരുണ്ട്. അത്തരം പേടിയാണ് ഓഫിഡിയോഫോബിയ. ഇനി ചെറിയ ചെറിയ അണുക്കളെ പേടിക്കുന്നവർ, അതായത് വേറെ ഡേർട്ടി ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ഥലങ്ങൾ കണ്ടാൽ അവർക്ക് അറപ്പും വെറുപ്പും പേടിയും ഒക്കെയാവും. അവിടെയൊക്കെ അണുക്കളുണ്ടാവും എന്ന് കരുതി അവർക്ക് അത്തരം സ്ഥലങ്ങളെയൊക്കെ പേടിയായിരിക്കും. ജേംസിനെ പേടിക്കുന്ന ആ ഒരു പേടി അതിന് നമുക്ക് മൈസോഫോബിയ എന്ന് പറയാം. ഇനി ഫോറിനേഴ്സ് അല്ലെങ്കിൽ സ്ട്രേഞ്ചേഴ്സ്, അവരെയൊക്കെ പേടിക്കുന്നവർ ഉണ്ട്. അത്തരം പേടി നമുക്ക് സെനോഫോബിയ എന്ന് പറയാം. ഇനി ഇതൊന്നുമല്ലാതെ മരണത്തെ പേടിക്കുന്നവർ ഒരുപാടുണ്ട്. അതൊരു 95% ആളുകളും മരണത്തെ പേടിക്കുന്നവരാണ്, അല്ലേ? അതൊരു ഡിസോർഡർ എന്നൊന്നും പറയാൻ പറ്റില്ല. അതാണ് തനാറ്റോഫോബിയ. ഇനി ഓൾഡ് ഏജ്, വാർദ്ധക്യം, അതിനെ പേടിക്കുന്നവരുമുണ്ട്. ജെറന്റോഫോബിയ. ഇപ്പോൾ പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോബിയ നമ്മൾ പഠിച്ചു കഴിഞ്ഞു.